ഈ പ്രശ്നം ഇങ്ങനെ പറയുകയാണ്. എന്നാൽ അതിലൊന്നും കഴമ്പില്ലെന്ന് നിരവധി അവസരങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് വിജയം പോലും കോൺഗ്രസും BJPയും തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കാലം അത് തെളിയിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസും BJPയും ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിശോധന CPMന്റെ നേതാക്കന്മാർക്കെതിരായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് പിണറായിക്കും കുടുംബത്തിനും എതിരായിട്ടാണ് ഈ അന്വേഷണം ഇപ്പൊ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്ന പല കാര്യങ്ങളിലും നിങ്ങളെല്ലാം കണ്ടതാണ്. മാത്യു കുഴൽനാടന്റെ കേസിന്റെ വിധിയുടെ ഒക്കെ ഭാഗമായിട്ട് വീണ വിജയന്റെ എക്സാലോജി കേസിന്റെ വിധിയൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് പലപ്പോഴായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. BJPയുടെ ഒത്താശയോടുകൂടിയാണ്. അതിന്റെ ഭാഗമായി CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ തകർക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഡൽഹിയിൽ കേജ്രിവാളിന്റെ കേസ് കണ്ടതാണ്. BJPക്കെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് നിന്നതാണ് കേജ്രിവാൾ. ആ കേജ്രിവാളിനെ യാതൊരു കാരണവുമില്ലാതെ എത്ര നാളാണ് ജയിലിലടച്ചത്. അവസാനം കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുറത്തുവിട്ടു. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ AAP പാർട്ടിയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കാനും BJPക്കെതിരായിട്ട് വളർന്നു വരുന്ന പ്രതിഷേധത്തെ ഭിന്നിപ്പിച്ച് തകർക്കുന്നതിനും ഇന്ത്യയുടെ ഭരണാധികാരി വർഗം ശ്രമിച്ചു എന്നുള്ളതാണ്. കേരളത്തിലും അതിന്റെ ഒരു പരിശ്രമമാണ് നടക്കുന്നത്. നമ്മൾ കാണണം. ഇവിടുത്തെ ഇടതുപക്ഷം തകർന്നു പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പിലെ പരാജയം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷം ഇല്ലാതായി എന്നല്ല അതിന്റെ അർത്ഥം. വളരെ ശക്തിയോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഈ ED റെയ്ഡിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഞങ്ങളെന്നാൽ അത് തടസ്സപ്പെടുത്താനോ അങ്ങനെ ഒന്നും മുതിരുന്നില്ല. അതെല്ലാം നടക്കട്ടെ, നമുക്ക് കാണാം അത്. പക്ഷേ ഇന്ന് കേരളത്തിലുടനീളം വളരെ വ്യാപകമായി വളരെ ഒരു ദുരുദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ റെയ്ഡിൽ സഖാവ് പിണറായിക്കെതിരെ പാർട്ടിക്കെതിരെ നടത്തുന്ന ഈ റെയ്ഡിൽ ശക്തമായി കേരളത്തിലെ CPMഉം ഇടതുപക്ഷവും എല്ലാം പ്രതിഷേധിക്കും. ആ പ്രതിഷേധമാണ് നിങ്ങളിവിടെ കാണുന്നത്. കേരളത്തിലുടനീളം ആ പ്രതിഷേധം അലയടിച്ചു വരികയാണ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.